السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. حبيباയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു: ഇദാ ദഖൽത അലാ മരീദിൻ ഫമുർഹു യദ്ഉ ലക ഫഇന്ന ദുആഅഹു കദുആഇൽ മലായിക. ഒരു രോഗിയെ നീ സന്ദർശിക്കുക പോയെങ്കിൽ അയാളുടെ നിൽക്കുവാനായിട്ട് ദ്വാര പാട്ടണം, ദ്വാരക്കു ചൊല്ലണം. കാരണം അയാളുടെ ദ്വാ അത് മലായിക്കത്ത് ദ്വാർന്നത് പോലെ ആയിട്ടിരിക്കും. മലായിക്കത്ത് ദ്വാർന്നെങ്കിൽ കണ്ടിത്തായിട്ടും ഉത്തരം കിട്ടല്ലേ. അപ്പോൾ രോഗി നമുക്ക് വേനായിട്ട് ദ്വാരക്കട ദ്വാ അത് മലായിക്കത്ത് ദ്വാർന്നത് പോലെ ആയിട്ടിരിക്കും, ഉത്തരം കിട്ടുമോ ചാൻസ് ഉണ്ടോ. അപ്പോൾ രോഗികളെ സന്ദർശിക്കുന്നത് വലിയ കൂലിയുള്ള ഒരു കാര്യമായിട്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ രോഗികളെ പോകുമ്പോൾ ഒരുപാട് ശിഷ്ടാചാരങ്ങൾ ഇസ്ലാം പരിപാടി തന്നത്. ഒരു രോഗിയായിട്ട് കിടന്ന ഒരു വ്യക്തി, അയാൾ ഏകദേശം അയാളുടെ ആശ എല്ലാവരും വിട്ടിട്ടായിട്ട് ഡോക്ടർമാർ പേരൊക്കെ എടുത്തിട്ടായിട്ട് അതിൽ മരിക്കവും എല്ലാ നിലക്കുള്ള മരിക്കവും ചാൻസ് ആയിട്ട് ചെയ്യിക്കുള്ള ചാൻസ് ഇല്ലാണ്ട് ഒരഭിപ്രായത്തിൽ എത്തിരാറുണ്ടായെങ്കിൽ ആ രോഗിക്ക് പിന്നെ ആഖിറത്തെ ചിന്തയും അതുപോലെ തൗബ ചെയ്ത് മടങ്ങുകയും അള്ളാഹുടെ റഹ്മത്തിലെ ആശ അയാളുടെ കൽബിൽ ബർവാട്ടവും നാം പ്രയത്നമാക്കണം. അള്ളാഹു നിൻ്റെ ദോഷ പുറത്ത് തരട്ട്, പേടിക്കണ്ട, റബ്ബുള്ള അവൻ നിൻ്റെ കൈവിടല്ല. ഈ നിലക്കുള്ളതായ നല്ല പലക്ക ചെന്നിട്ടു തൗബ ചെയ്യുക പ്രേരേപ്പിക്കുക. നിങ്ങൾ കുറേ നല്ല കാര്യമെല്ലാം ആക്കിരാറല്ലേ. എന്തെങ്കിലും വേണ്ടാത്തൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങൾ തൗബ ചെയ്യറു. ഇങ്ങനത്തെ എല്ലാം പലക്ക അയാൾക്ക് ആഖിറത്തെ ഓർമ്മയാക്കുന്ന പോലത്തെ പലക്കത്തെ നിങ്ങൾ ചൊന്ന് ഓർക്കണം. ഇന്ന് ഇല്ല രോഗി സ്വന്തമല്ല, അയാൾ ഒരു സാധാരണ രോഗത്തിലുള്ള അയാൾ മേലെ ഉള്ളു ചൊല്ല ഒരു നിരീക്ഷ നമുക്ക് കൊണ്ടിട്ടെങ്കിൽ അയാൾക്ക് നിങ്ങൾ ധൈര്യം ചെന്ന് കൊടുക്കണം. ഇങ്ങനത്തെ രോഗം കുറേ ആൾമാർ വന്നത് സ്വന്തമല്ല, രോഗങ്ങളെ ശിഫയാവിടും. ഇങ്ങനെ ചെന്നിട്ട് അയാൾ ധൈര്യം ചെന്ന് നോക്കണം. അല്ലാണ്ട് അയാൾ പിന്നെയും പേരുപാട്ട് പോത്തീരാ. ഇങ്ങനത്തെ ഈ രോഗമാണ്, ഈ രോഗത്തിൽ ഞാനൊരാൾ മരിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ ഈ രോഗത്തിൽ മേൽപുള്ള ഭാര്യ കഷ്ട, ഇങ്ങനത്തെ എല്ലാം പലക്കെ ചെന്നിട്ട് അയാൾ പിന്നെയും അയാളെ മനസ്സിലെ ജർജരിത്താക്ക് തീരതാണ്, അയാളെ പേരുപാട്ട് തീര. അയാൾക്ക് ധൈര്യം ചെന്ന് കൊടുക്കണം. അതുപോലെ അയാളുടെ മുട്ട കണക്കാണ്ട് ആറ് ദഹിക്കോ തീര. രോഗികളെ അയാൾക്ക് ഞങ്ങൾ ദഹിക്കുന്നത് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് കൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദഹിക്കൽ കൂലിയുണ്ട്. അതേ സന്ദർഭത്തിൽ അയാൾക്ക് രോഗി ചൊല്ലുമ്പോൾ അയാൾ ഗടി ടോയ്ലറ്റ് പോകുക തള്ളിക്കടൽ തിന്നുക ആശിക്കരുത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ ഗണ്ടക്കെട്ടിൽ തെച്ചിട്ടാണെങ്കിൽ അയാൾക്ക് പ്രോബ്ലം ആവും. അപ്പോൾ അതുകൊണ്ട് രോഗികളെ സന്ദർശിക്കുക പോയെങ്കിൽ എത്ര വേഗം അയാളെ രോഗ സന്ദർശനമാക്കിയിട്ട് തിരിച്ചിട്ട് പറയണോണ്ടായിട്ട് കണക്ക്. എന്ന് മാത്രമല്ല അയാൾക്ക് മെയിനായിട്ട് ഞങ്ങൾ ദ്വാരക്കണം. രോഗിയെ സന്ദർശിക്കുക പോയെങ്കിൽ അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമ യഷ്ഫിയക് ചെല്ല ഒരു ദ്വാ ഉണ്ട്. ഒരു 7 പാട്ട് ചെന്നിട്ട് അയാളെ തലക്ക് ഊതലുണ്ടായെങ്കിൽ അയാളെ തല കൈ വെച്ചിട്ട് ദ്വാരക്ക ഉണ്ടായെങ്കിൽ അത് വലിയൊരു കൂലിൻ്റെ കാര്യമായിട്ടിരിക്കും. എന്ന് മാത്രമല്ല അയാളുടെ ഞങ്ങൾക്ക് വേനായിട്ട് ദ്വാരക്കോ ചൊല്ലണം. അത് വലിയ വിഷയമായിട്ടിരിക്കണം, അതായിരിക്കും ഒരു വിഷയമുള്ളത്. അപ്പോൾ അയാൾ ഞങ്ങൾക്ക് വേനായിട്ട് ദ്വാരക്കും. ഏതൊരു രോഗി ഞങ്ങൾക്ക് വേനായിട്ട് ദ്വാരക്കല്ല. ദ്വാരക്കുണ്ടായെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഞങ്ങൾ അയാളെ മനസ്സുകൾ സന്തോഷമാക്കണം. പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും കെട്ടെങ്കിലും ഫ്രൂട്ടാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോകണം. ഏറ്റവും കൂടുതലായിട്ട് രോഗി ഇങ്ങനെ കഷ്ടത്തിലിക്കിടാറ്, അങ്ങനെ മറന്നും അതുക്കില്ല. അപ്പോൾ കാശല്ല ഭാരി ഫൈനാൻഷ്യലായിട്ട് എനിക്ക് കഷ്ടക്കിടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങളുടെ ഭാഗത്തിൽ അങ്ങ് ആക്കി കൊടുക്കണം. ആ കൊടുക്കുമ്പോൾ ചെല്ല നമുക്ക് വേനായിട്ട് ദ്വാര കുറവാട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹു നിങ്ങൾ സലാമത്താക്കട്ടെ. ഇങ്ങനത്തെ ഉറപ്പറക്കം നമുക്ക് മെയ്യാവും. അള്ളാഹു നിങ്ങളെ എപ്പോഴും സലാമത്തിലാക്കണം. ഇങ്ങനത്തെ അള്ളാഹു നിങ്ങളെ ഇങ്ങനത്തെ രോഗത്തെ തൊട്ട് അള്ളാഹു രക്ഷപ്പെടുത്തിട്ടില്ല. അങ്ങനെ ദ്വാരക്കുവാർ ചിലപ്പോൾ എപ്പത് ദ്വാരക്കടെ അങ്ങനെ ഞങ്ങൾ സന്തോഷാക്കിയെങ്കിൽ മാത്രം വെറുതെ കാലം ദ്വാരക്കല്ലേ നമുക്ക്. അപ്പോൾ ഇത് രോഗി ഞങ്ങൾക്ക് മെയിനായിട്ട് ദ്വാർന്നിട്ടായെങ്കിൽ കണ്ടിത്തായിട്ടും അതൊക്കെ ഉത്തരമുണ്ടോ. ഇന്നൊന്നും ഉത്തരമുള്ളൊരു ചാൻസുള്ള ഒരു സന്ദർഭമായിരിക്കും ദഅവത്തുൽ മർഇൽ മുസ്ലിം ലി അഖീഹി ബിളഹരിൽ ഗൈബി മുസ്തജാബത്തുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത്. നാളെ അസാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് വേനായിട്ട് ഒരാൾ ദ്വാരക്കരുത്. നാളെ എതിരിലല്ല, ചിലപ്പോൾ എതിരിൽ കാരണം കേട്ട് ദ്വാരക്കായിരിക്കും. ഞങ്ങളെ അസാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് വേനായിട്ട് ദ്വാരക്കരുത്.
അത് ಖಂಡಿತಾയിട്ടും ഉത്തരം കിട്ടുക ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പേനായിട്ട് ഞങ്ങൾ ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് ദ്വാരക്കുണ്ടായി വെറുതെ ആരും ദ്വാരക്കില്ല. അവിടെയും എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുള്ള ഹെൽപ്പ് അയാൾക്ക് ഉണ്ടായിട്ടിക്കണം. അപ്പം നക്കായിട്ട് ഇന്നത്തെ ഞങ്ങൾ ഇല്ലാത്തപ്പോൾ അയാൾ സ്വന്തമായിട്ട് ദ്വാരക്കുമ്പോൾ ഞങ്ങളെ ഓർമ്മയാക്കി ദ്വാരക്കണ്ടേ ബെഡ് ദ്വാരക്കണം. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള അയാൾക്ക് ഒരു മനസ്സ് സന്തോഷമാടെ പോലത്തെ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തെങ്കിലേ ഞങ്ങൾക്ക് വേനായിട്ട് അങ്ങ് ദ്വാരക്കിടാറ്. അപ്പോൾ ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് വേനായിട്ട് ദ്വാരക്കിട ഒരുപാട് ആൾമാർ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് സലാമത്താവും, വേറെ എന്തും വേണ്ട. ഞങ്ങൾ കുറേ ഇങ്ങനെ ആസ്തി സമ്പത്തെല്ലാം ആക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. അതെല്ലാം വന്നാൽ വിട്ടുപോകുന്നു. അതേ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് വേനായിട്ട് ദ്വാരക്കിടങ്ങ് ആൾ വേണം. ഞങ്ങൾക്ക് വേനായിട്ട് ആരെങ്കിലും ഞങ്ങൾക്ക് ദ്വാരക്കൊണ്ടുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ആളായിട്ടിക്കണം. ഞങ്ങൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സഹായം അയാൾക്ക് എത്തിയിട്ടിക്കണം, എന്തെങ്കിലും ഞങ്ങൾ അയാൾക്ക് കൊടുത്തിട്ടിക്കണം. എങ്കിലേ ഞങ്ങൾക്ക് അങ്ങ് വേനായിട്ട് ദ്വാരക്കുവാറ്. ഇങ്ങനെ ഞങ്ങൾക്ക് ആരെങ്കിലും ദ്വാരക്കാറുണ്ടായെങ്കിൽ അത് ಖಂಡಿತಾയിട്ടും അള്ളാഹു അതിനെ സ്വീകരിക്കടാ. അപ്പോൾ 10 ആൾ ഞങ്ങൾക്ക് വേനായിട്ട് ഇങ്ങനെ നല്ലത് വേനായിട്ട് ദ്വാരുന്നെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു ഞങ്ങൾ ദുനിയാവ് ഞങ്ങൾ ആക്കിപ്പിച്ച് ഏറ്റവും വലിയൊരു സമ്പത്തായിട്ടിരിക്കും. ഞങ്ങൾ ഒരാൾക്ക് കഷ്ടത്തിൽ ഹെൽപ്പാക്കിയ, കഷ്ടത്തിൽ സഹായമാക്കിയ, അപ്പോൾ ഇന്നൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടം വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെ ധൈര്യത്തിൽ ഞങ്ങളിട്ട് ചെല്ല നോക്കുന്ന അങ്ങനെ കഷ്ടത്തില്ല ഞങ്ങൾക്ക് വേനായിട്ട് ദ്വാരക്കുറാവുണ്ട്. അപ്പോൾ ಖಂಡಿತಾയിട്ടും അങ്ങ് മനസ്സ് പൊട്ടിട്ട് ദ്വാരക്കിടാറ്. പേടിക്കണ്ട, അള്ളാഹു നിങ്ങളെ സലാമത്താക്കും. നിങ്ങൾ അള്ളാഹു കൈവിടല്ലേ. നിങ്ങൾക്ക് ആ രോഗം അള്ളാഹു ഷിഫയാക്കട്ടെ. നിങ്ങൾക്ക് ആ രോഗം വേണ്ട. നിങ്ങൾ വലിയ സഹായിച്ച ആളല്ലേ, നിങ്ങളെല്ലാം സന്തോഷമാക്കിയ ആളല്ലേ. ഇങ്ങനത്തെ പല കാലം ബായിൽ പണ്ട് ആ ദ്വാ ಖಂಡಿತಾയിട്ടും ഉത്തരം കിട്ടുക ദ്വായിട്ടിക്കും. അതേ ഇരിക്കും ഞങ്ങൾക്ക് വിനായ സമ്പത്ത്. അപ്പോൾ നാനായിട്ട് എൻ്റെ വിനയ മക്കായിട്ടുണ്ട് സ്വാർത്ഥ ജീവന ജീവിച്ചിട്ടായെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും ആരും കിട്ടല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാലാൾക്ക് ഹെൽപ്പാക്കിയിട്ട് ജീവിക്കുകയും അങ്ങനെ ദുആ എല്ലാം സമ്പാദിക്കും. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഞങ്ങളെല്ലാ കാര്യത്തും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ബിഫദ്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.